എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഇവാൻ മുക്കമനോവിച്ച് വീണ്ടും റഫറിമാർക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. റഫറിമാരുടെ കുറ്റങ്ങൾ പറഞ്ഞു മടുത്തു, ഇനി പറയാൻ വയ്യ എന്നുള്ളതാണ് ഇവാൻ മുക്കമനോവിച്ച് ഇന്നലെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. റഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങൾ പലപ്പോഴും ടീമുകൾക്ക് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയാവുന്നുണ്ട് എന്നുള്ളതാണ് ഇവാൻ മുക്കമനോവിച്ച് ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം കൊച്ചിയിൽ നടന്നപ്പോഴും നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. റഫറിയുടെ പല തെറ്റായ തീരുമാനങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നലെ വലിയ തലവേദന ഉണ്ടാക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല താരങ്ങളെയും ഈസ്റ്റ് ബംഗാൾ താരങ്ങൾ ഫൗൾ ചെയ്തിട്ടും റഫറി അനങ്ങുന്നത് പോലും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെറിയൊരു ഫൗൾ ചെയ്യുമ്പോൾ ഈസ്റ്റ് ബംഗാളിന് അദ്ദേഹം ഫൗൾ കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തു തന്നെയായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇന്നലെ റഫറി അതിരൂക്ഷമായി തന്നെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സിന് ഇന്നലെ കുറേ അവസരങ്ങൾ ലഭിക്കേണ്ടതായിരുന്നു, ഒന്നും ബ്ലാസ്റ്റേഴ്സിന് ഫൗൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തു തന്നെയായാലും റഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങൾ പലപ്പോഴും ടീമുകൾക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇന്നലെ ഇവാൻ മുക്കമനോവിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടായത്. ബ്ലാസ്റ്റേഴ്സിന് ഇന്നലെ ഒരു പെനാൽറ്റി ലഭിക്കേണ്ടതായിരുന്നു, ആ പെനാൽറ്റി പോലും ബ്ലാസ്റ്റേഴ്സിന് റഫറി തന്നിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ISLൻ്റെ റഫറി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും വലിയ വിമർശനങ്ങൾ തന്നെ റഫറിമാർക്കെതിരെ ഇനിയും ഉയരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്തായാലും അടുത്ത സീസൺ മുതൽ വാർ സിസ്റ്റം കൊണ്ടുവരുന്നു എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ പടരുന്നുണ്ട്. അല്ലാതെ തന്നെ എന്തായാലും വാർ വന്നാൽ ഒരു ഗുണകരമായ കാര്യം തന്നെയായിരിക്കും. ജയം അർഹിക്കുന്ന ടീമുകൾക്ക് ജയം കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ പെനാൽറ്റി അർഹിക്കുന്ന ടീമുകൾക്ക് പെനാൽറ്റിയും ലഭിക്കുകയും ചെയ്യും. എന്തുതന്നെയായാലും വാർ സിസ്റ്റം വന്നാലേ ISL ഇത്തിരി നിലവാരമുണ്ടാകാൻ സാധ്യതകൾ ഇപ്പോൾ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ റഫറിമാർക്ക് കണ്ണാടി വാങ്ങിച്ചു കൊടുക്കുകയേ നിർവാഹമുള്ളൂ.